രാജേഷ് കുമാറിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. ശ്രീ രാജേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിഫയുടെ ഇങ്ങനെ ഒരു അപ്രൂവൽ വേണം എന്ന് ഈ സ്പോൺസർക്ക് ഇപ്പോഴാണ് ഒരു വെളിപാടുണ്ടാവുന്നത്. അയ്യോ ഫിഫ ചതിച്ചു എന്ന രീതിയിലാണ് ഇപ്പം മുഴുവൻ. മാത്രമല്ല അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ അദ്ദേഹം അടച്ചാക്ഷേപിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു ധാരണയുമില്ല. ധാരണയില്ലാത്തതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്നത് ശ്രീ രാജേഷ് കുമാർ. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ അതിന്റെ ആദ്യ സമയം മുതൽ ഈ മെസ്സി കേരളത്തിലേക്ക് വരുന്നത് ഇപ്പം ഇവിടെ PR ശിവശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തട്ടിപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യമേ 2022 ഖത്തറിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് അർജന്റീന നേടുകയും 2023 അർജന്റീനയ്ക്ക് ഇന്ത്യയിൽ കളിക്കുക. അതായത് നമുക്കറിയാം ആ സമയത്തെ ഫാൻസിന്റെ ഒരു ഇത് വലിയ കട്ടൗട്ട് ഫിഫ ട്വീറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ലോകം മുഴുവൻ ചർച്ചയാവുകയും ഇവിടുത്തെ അർജന്റീന ഫാൻസിനെ കുറിച്ച് വലിയ ചർച്ചയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഇത്തരത്തിൽ ഇന്ത്യയിൽ കളിക്കുന്നതിനെ കുറിച്ച് ഒരു ആവശ്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഉന്നയിക്കുകയും അതിനുവേണ്ട സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് സാഹചര്യമില്ല എന്നുള്ള രീതിയിൽ അതിനെ നിരാകരിക്കാനുണ്ടായിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ കേരളം രംഗപ്രവേശനം ചെയ്യുന്നത്. ഇന്ത്യക്ക് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പറ്റാത്ത കാര്യം കേരളം ഇതാ ഏറ്റെടുക്കാൻ പോവുകയാണ്. മെസ്സിയും ടീമും അർജന്റീന ടീമും ഇതാ കേരളത്തിലേക്ക് വരുന്നു. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. അത് കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ കായിക മന്ത്രി ഒന്ന് പ്രഖ്യാപിക്കുകയാണ്, അവരിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ സന്നദ്ധരാണ്. വരുന്ന അടുത്ത ഒക്ടോബറിലും നവംബറിലുമായിട്ട് കേരളം സന്ദർശിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നുള്ള രീതിയിൽ കായിക മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവിടെ ആദ്യം ഒരു സ്പോൺസർ ബാങ്കിങ് കമ്പനിയാണ് ആദ്യം സ്പോൺസർഷിപ്പ് വന്നത്. അതിനുശേഷം ഇതിൽ നിന്ന് അവർക്ക് ഇത് താങ്ങാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് അവർ പിന്മാറുന്നു. അതിനുശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ വരവുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും അല്ലെങ്കിൽ അതിന്റെ അവകാശവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്, ശ്രവിച്ചതാണ്. അപ്പൊ ആ ആദ്യത്തെ ചർച്ചയിൽ അദ്ദേഹത്തോട് ഡയറക്റ്റ് സംസാരിക്കാൻ എന്നുള്ള ഒരു ഭാഗ്യം പാവം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ചാനലിൽ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക നമ്മുടെ അറിവില്ലായ്മ സ്പോർട്സിലിട്ട് പറയുകയാണ്. അതിനെ കൃത്യമായിട്ട് അദ്ദേഹം പുച്ഛിക്കുകയും നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം, ഈ മത്സരത്തിന് ഫിഫയുടെ അനുമതി ഉണ്ടോ? ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം സംഘടിപ്പിക്കുമ്പോൾ അതിനു വേണ്ട സ്റ്റേഡിയം റെഗുലേഷൻസ് പാലിച്ചിട്ടുണ്ടോ? അത് ആദ്യം അറിയാം നമുക്ക്. ഇത് സ്പോർട്സ് ഹബിലായിരുന്നു ആദ്യം ഈ മത്സരം തീരുമാനിച്ചിരുന്നത്. അത് കഴിഞ്ഞ് GCDAക്ക് ഒരു കത്ത് മുഖാന്തരം GCDAക്ക് കൈമാറും. അതായത് അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫുട്ബോൾ സ്റ്റേഡിയം അല്ല. അതുകൊണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയമായ കൊച്ചിയിലേക്ക് ഇത് മാറ്റണം. ഇവിടെ അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ രാജേഷ് കുമാർ. എന്റെ മനസ്സിന് വേണ്ടി, നാളത്തെ ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇതാ സേവിക്കാൻ പോവുകയാണ്. കൊച്ചി സ്റ്റേഡിയം കണ്ടപ്പോൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടല്ലോ ദ്വാരപാലക ശില്പം. അയ്യോ ഇതൊക്കെ കേടുപാടിട്ട് കിടക്കുവാണല്ലോ, ഞാനൊന്ന് വേഗം ഇതൊന്ന് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞു വന്നതുപോലെ വെറും സേവനം. പറഞ്ഞോളൂ. അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് 2017 വേൾഡ് കപ്പ് കേരളത്തിൽ സംഘടിപ്പിച്ച ഒരു സമയം ഓർക്കുന്നുണ്ട്. അന്ന് ഫിഫയുടെ ടൂർണമെന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഹാവിയർ സെപ്പി, എല്ലാവർക്കും പരിചയമുണ്ട്. അന്ന് ഒത്തിരി വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ 2017 അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യക്ക് അനുവദിച്ചപ്പോൾ അതിനൊരു 6 മാസം മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേഡിയങ്ങൾ സന്ദർശിക്കുകയും കലൂർ സ്റ്റേഡിയം കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും ഇല്ലായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും അദ്ദേഹത്തോട് വളരെയധികം സംസാരിച്ചിട്ടുള്ള ആളെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ സ്റ്റേഡിയം ഫിറ്റാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മത്സരം വേൾഡ് കപ്പ് വന്ന ഒരു 6 മാസം മുമ്പേ സ്റ്റേഡിയത്തിന്റെ ഫിറ്റ്നസ് കൃത്യമായി പരിശോധിച്ച് ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് സ്റ്റേഡിയം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുന്ന ആ സംഘത്തിന്റെ തലവനായി, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഇന്ത്യയിൽ നടക്കുന്ന ഫിഫ മത്സരത്തിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം ഒന്ന് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട, അതായത് ശരിക്കും നമ്മുടെ സംഘാടകർ അന്ന് മേത്തൊക്കെ ആയിരുന്നു ഒന്ന് തലപ്പത്തിരുന്നത്. ആ സമയത്ത് ശരിക്കും എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്, യു ചീറ്റ് മീ എന്നാണ് അന്ന് ഇന്ന് കേരളത്തിലെ സംഘാടകരോട് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം മുമ്പ് നോക്കി അതെല്ലാം റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അതെല്ലാം ആ കാര്യം വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പുറത്തേക്ക്, അതായത് മേത്തർ അടക്കമുള്ളവര് പിൻവാങ്ങുകയും അത് കഴിഞ്ഞ് ഇദ്ദേഹം 2ാം ഘട്ടം കേരളത്തിൽ സന്ദർശിക്കുന്ന അവസരത്തില് പരിശോധനയില് യാതൊരു തരത്തിലുള്ള ഫിറ്റ്നസും ഇല്ല. അന്ന് എത്ര ഗൗരവതരമായിട്ടുള്ള കുറ്റങ്ങളായിരുന്നു നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഫിഫ മുന്നോട്ട് വെച്ചെന്നറിയും. ഏറ്റവും ആദ്യത്തെ ഇവിടുത്തെ വയറിങ്
പെർഫെക്റ്റ് അല്ല. അതിനവര് ചെയ്ത മറുപടി ഓരോന്നായിട്ട് പറയാം. അതായത് വയറിംഗ് പെർഫെക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അവര് ചെയ്ത കാര്യം മീഡിയ ഏരിയ, പ്ലെയേഴ്സ് ഏരിയ, അതുപോലെ തന്നെ മറ്റേതോ ഒരു VIP ഏരിയ, ഈ 3 സ്ഥലത്തെ വയറിംഗ് പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് വയറിംഗ് ഓക്കെ ആക്കാൻ ഒരു ശ്രമം നടത്തി. ഇത് അപ്പോഴും വേദി തീരുമാനിച്ച് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഈ വേദി മാറ്റാനുള്ള സാങ്കേതിക പ്രശ്നം അപ്പോഴും ഫിഫയ്ക്കുണ്ട്. ഈ കേരളത്തെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ സംഘാടകരെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു അന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അണ്ടറിലാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ, നമ്മളെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു അന്ന് ഇത്തരത്തിലൊരു ഒരു വാഗ്ദാനം അദ്ദേഹം നൽകിയത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച് പോയത്. പക്ഷെ 3-4 വർഷം ഈ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര തകരാറിലാണ്. ആൾക്കാർ വീണ് മരിക്കാനിടയായി കഴിഞ്ഞാൽ കുറ്റം നമുക്കല്ലേ സംഭവിക്കുക. അതുകൊണ്ട് നിങ്ങളത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തി ഞാനിത് റിപ്പോർട്ട്, അതായത് മത്സരം കഴിഞ്ഞു, അതായത് വേൾഡ് കപ്പ് കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് മോടിയൊക്കെ പിടിപ്പിച്ച ഒരു സാധാരണ ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് സെപ്പി പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യുകയാണ്, ഇത് ഞാൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ കരിമ്പട്ടികയാണ്, കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഫിഫയുടെ കരിമ്പട്ടികയിലാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഒരൊറ്റ ഇന്റർനാഷണൽ മത്സരം, സൗഹൃദ മത്സരങ്ങൾ വന്നു, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട് വന്നു, അങ്ങനെ പല ഇവന്റുകൾ വന്നു. ഈവൻ AFCയുടെ മത്സരങ്ങൾ പലത് വന്നു. AFCയുടെ ചെയർമാൻ ഇവിടെ വന്ന്, അധ്യക്ഷൻ ഇവിടെ വന്ന് ഈ സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു നമ്മളെ കരിമ്പട്ടികയിൽ പെടുത്തി വെച്ചേക്കുന്ന കരിമ്പട്ടികയിൽ പെട്ടു എന്ന് പറയുന്ന ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവലാണ് ഇതാ ഇപ്പോൾ 2 മാസം കൊണ്ട് ശരിയാക്കാമെന്ന് ഇപ്പോഴും സ്പോൺസർ ഇന്നും ആ സ്റ്റേഡിയത്തിൽ പോയിട്ടാണ് പറയുന്നത്. അല്ല, ഇനിയുണ്ട് ശ്യാം. അതായത് ആദ്യം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ എല്ലാ മാധ്യമപ്രവർത്തകർ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ അർജന്റീന വരുന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഫിഫയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഏറ്റവും ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ സ്റ്റേഡിയത്തിന് ഫിഫ അനുമതി ഉണ്ടോ, അല്ലെങ്കിൽ ഈ മത്സരത്തിന് ഫിഫ അനുമതി ഉണ്ടോ? എന്തുകൊണ്ട് ഫിഫയുടെ കലണ്ടറിൽ ഈ മത്സരം പെടുന്നില്ല? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൃത്യമായിട്ട് ഈ കാര്യം നിങ്ങൾ രേഖാമൂലം അറിയിച്ചു. ഈ വരുന്ന ഫിഫ കളത്തിലില്ലല്ലോ. കാരണം എന്താ വെച്ചാല് ഈ മെസ്സിപ്പട വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ആരാധകർ ഇതാ ആവേശത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാള് റീലുകളായിരുന്നു.